ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സുധാകരൻ സാർ, അതോടൊപ്പം ബഹുമാന്യായ ഡോക്ടർ SS ലാൽ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, കേരളത്തിൻ്റെ നാനാഭാഗത്തിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഗുരുദേവ ഭക്തരെ, തീർത്ഥാടകരെ എല്ലാവർക്കും ഗുരുദേവനാമത്തിൽ ഒരിക്കൽ കൂടി നമസ്കാരം. ശ്രീമദ് ഗുരുപ്രസാദ് സ്വാമികൾ എന്നെ ഡോക്ടർ പ്രദീപ് കുമാർ തങ്കപ്പൻ എന്നാണ് വിശേഷിപ്പിച്ചത്. അതൊരു തെറ്റ്, തിരുത്താതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആദ്യം തന്നെ അധികം തെറ്റ് തിരുത്താം. കാര്യം ഞാനൊരു ഡോക്ടറല്ല. എങ്കിലും വളരെയധികം ഡോക്ടർമാരെ ഓരോ വർഷവും സമൂഹത്തെ സേവിക്കുവാൻ വേണ്ടി പ്രാപ്തരാക്കുന്ന ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലായിരിക്കാം എന്നെ അദ്ദേഹം ഡോക്ടർ എന്ന് വിശേഷിപ്പിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഞാൻ തിരുത്തുന്നു. ഇന്നത്തെ വിഷയം ആധുനിക കാലഘട്ടത്തിൽ ആരോഗ്യ പ്രതിസന്ധി എന്നുള്ളതാണ്. ആരോഗ്യ പ്രതിസന്ധി ആധുനിക കാലഘട്ടത്തിൽ. ഇതിനു മുമ്പ് പ്രസംഗിച്ച എല്ലാവരും തന്നെ ശുചിത്വത്തിൻ്റെ എല്ലാ വശങ്ങളും ഏകദേശം ഒന്ന് ടച്ച് ചെയ്ത് തന്നെ പോയി കഴിഞ്ഞതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് അധികം കടക്കണമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നില്ല. ഡോക്ടർ SS ലാൽ പറയുകയുണ്ടായി, ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ 35 വയസ്സ് ഒക്കെ ആയിരുന്നു നമ്മുടെ ആയുർദൈർഘ്യം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തെ ഏകദേശം അത് 55 നമ്മൾ എത്തിയിരുന്നു. ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി ഇപ്പോൾ ഇത്രയും കാലമായിട്ട് ഇപ്പോൾ നമുക്കതൊരു 76, 77, ഇപ്പോൾ പുരുഷന്മാർക്ക് 80 നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന ആയുർദൈർഘ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആരോഗ്യത്തിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയുർദൈർഘ്യത്തിൻ്റെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രതിസന്ധി നമുക്ക് കാണാനില്ല. എല്ലാവരും ജീവിച്ചു പോകുന്നു. നമ്മളെന്നോ പഠിച്ചതുപോലെ കാലനില്ലാത്ത ഒരു കാലത്തേക്ക് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു സമയത്ത് 100 വയസ്സിലുള്ള അധികമുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു ഇടമായി കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളും നഗരപ്രദേശങ്ങളും എല്ലാം മാറുന്ന ഒരു കാലഘട്ടം അതിവിദൂരമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ശുചിത്വം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇപ്പം കായശുദ്ധി, ഗുരു പറഞ്ഞിരിക്കുന്ന പഞ്ചശുദ്ധികളിൽ ആദ്യത്തെ കായശുദ്ധിയിൽ അത് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആധുനിക കാലഘട്ടത്തിൽ എല്ലാവരും തന്നെ നമ്മുടെ ഒരു സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ ശുദ്ധീകരിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഭക്ഷണശുദ്ധി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ കഴിയില്ല. അത്രത്തോളം ഒന്നും നമ്മളില്ല. എങ്കിലും നമ്മൾ അതിനുള്ള മരുന്നുകളും ഒക്കെ ആയിട്ട് നമ്മൾ അതിനെ മാനേജ് ചെയ്ത് പോകുന്നു. പക്ഷെ വാക്കുകളുണ്ട്, പ്രവൃത്തിയുണ്ട്. വാക്ശുദ്ധി വേണം, പ്രവൃത്തിയുടെ ശുദ്ധി വേണം. അവിടെയാണ് ഗുരുവിൻ്റെ 8 ലക്ഷ്യങ്ങളോടുകൂടി ഗുരുദേവ ദർശനത്തിൽ അധിഷ്ഠിതമായിട്ട് നമുക്കൊരു തീർത്ഥാടന ലക്ഷ്യത്തിന് ഇങ്ങനെ ഒരു തീർത്ഥാടനം നമുക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞത്. വാക്ശുദ്ധിയും പ്രവൃത്തി ശുദ്ധിയും ഉൾപ്പെടെയുള്ള നമ്മുടെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമാക്കിക്കൊണ്ട് ഗുരു ഈ തീർത്ഥാടനത്തിനെ ഒരു അറിവിൻ്റെ തീർത്ഥാടനമായിട്ട് മാറ്റാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഗുരു അതിനുള്ള എല്ലാവിധ നിർദ്ദേശങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ശ്രീനാരായണ ധർമ്മസംഘ ട്രസ്റ്റ് ഏറ്റവും ഓരോ വിഷയങ്ങൾ എടുക്കുമ്പോഴും, ഇപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ സമ്മേളനമായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്ന ആരോഗ്യ സമ്മേളനത്തിൽ എനിക്ക് പ്രസംഗിക്കാനാണ് അവസരം കിട്ടുന്നതെന്നുള്ളതാണ്. ബിക്കോസ് ഞാൻ ഒരു ശ്രീനാരായണ കോളേജ് ഓഫ് മെഡിക്കൽ സയൻസ്, ഗുരുവിൻ്റെ നാമധേയത്തിൽ കേരളത്തിൽ ഒരേ ഒരു മെഡിക്കൽ കോളേജ് ഉള്ളത് അത് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. അത് എറണാകുളത്താണ്. അതിൻ്റെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ കുറേ പ്രവാസികളും സ്വദേശികളുമായിട്ടുള്ള ആൾക്കാരെല്ലാവരും കൂടി പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത അതിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്ക്. അത് ഗുരുവിൻ്റെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, അതോടൊപ്പം തന്നെ സംഘടന കൊണ്ട് ശക്തരാകുക, അതിനേക്കാളുപരി നമ്മുടെ
വിദ്യാഭ്യാസ അതിൻ്റെ എന്താ പറയുക, നമ്മൾ അഭിവൃദ്ധിപ്പെടുക, ധനം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക എന്ന് ഗുരു പറഞ്ഞ ആദർശത്തിൽ അധിഷ്ഠിതമായിട്ട് അതിൽ നിന്നും രൂപം കൊണ്ട ഒരു സംഘടനയിൽ കൂടിയാണ് ആ ഒരു പ്രസ്ഥാനം രൂപം കൊണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ തീർത്ഥാടന ലക്ഷ്യത്തിൽ ആദ്യമായിട്ടുണ്ടായിരുന്ന വിദ്യാഭ്യാസവും അതിനുശേഷമുള്ള ശുചിത്വവും പരസ്പര പൂരകങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളാണ്. അഷ്ടലക്ഷ്യങ്ങളോടുകൂടി ഗുരു ഈ പ്രസ്ഥാനത്തെ രൂപം കൊടുക്കുകയും അത് 93-ാമത്തെ വർഷത്തിലേക്ക് ഇപ്പോൾ കടക്കുമ്പോൾ ലക്ഷോപലക്ഷം ആൾക്കാർ എല്ലാ ദിവസങ്ങളിലും ഇവിടെ വന്ന് ഗുരുവിൻ്റെ പാദപൂജ ചെയ്ത് മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ കുറേ അറിവുകളും കൂടി സമ്പാദിച്ച് പോകാനൊരു അവസരം തീർത്ഥാടനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ വാക്കും പ്രവൃത്തിയും ഒരേപോലെ ശുദ്ധീകരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുണ്ട്. കാര്യം, നമ്മൾ ആരോഗ്യ പ്രവർത്തനങ്ങളിൽ ഏകദേശമൊക്കെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു, വിദ്യാഭ്യാസത്തിൽ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് നമുക്ക് വേണേൽ പറയാം. പക്ഷേ നമ്മുടെ ആ വാക്കിലും പ്രവൃത്തിയിലുമുള്ള കാര്യങ്ങൾ വരുന്ന ശുദ്ധീകരണം, അതെത്രത്തോളം ശുദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ട് അതിലുള്ള ശുദ്ധി എത്രത്താണ് എന്നുള്ളത് മാത്രം, അതാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. ഗുരുവിൻ്റെ ദർശനങ്ങളിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗുരു പറഞ്ഞിട്ടുണ്ട്, ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത്. ജാതി ചോദിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വാക്ക് ശുദ്ധിയാണ് അവിടെ വരുന്നത്. നിങ്ങൾ ചോദിക്കാൻ പാടില്ല, ജാതി ചോദിക്കാൻ പാടില്ല. അത് വിചാരിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്തുമുണ്ട്. അതാണ് അതിൻ്റെ അകത്ത് നിങ്ങളുടെ പ്രവൃത്തിയിലും മനസ്സിലും എല്ലാവരും ശുദ്ധം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാ ലക്ഷ്യങ്ങളും അഷ്ടലക്ഷ്യങ്ങളും ഗുരുവിൻ്റെ ദർശനങ്ങളുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോകുന്നതാണ്. അത് വിദ്യാഭ്യാസമായാലും അതോടൊപ്പം തന്നെ ശുചിത്വമായാലും അതിനുശേഷമുള്ള കച്ചവടമായാലും അതിനുശേഷമുള്ള സാങ്കേതിക വിദ്യയായാലും തൊഴിലായാലും കൃഷിയായാലും എല്ലാം ഗുരുവിൻ്റെ ആദർശങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഗുരുവിൻ്റെ ഓരോ കൃതികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള ശുദ്ധി എന്ന് പറയുന്ന വാക്കിന് എത്രത്തോളം പ്രാധാന്യം ഉൾക്കൊള്ളാണ് മുന്നോട്ട് പോയിരിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും. 56ഓളം കൃതികൾ വളരെ ചെറിയ രീതിയിൽ ചെറിയൊരു ബുക്കിൽ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, അവൻ എങ്ങനെ ചിന്തിക്കണം, ഇങ്ങനെ ശുദ്ധയുള്ളവനായി മാറണം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാനീ പറഞ്ഞിരിക്കുന്ന എല്ലാമുണ്ട്. ജാതി ചോദിക്കരുത്, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്ന അപരന് സുഖത്തിനായി വരണമെന്ന് പറഞ്ഞാൽ അപരനെ കൂടെ നിങ്ങൾ കൂടെ നിർത്തുക എന്നുള്ളതാണ്. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള പറയുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളെയും ദ്രോഹിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള എത്രയെത്ര ഗുരുവിൻ്റെ ആദർശങ്ങളെല്ലാം ഉൾക്കൊണ്ട് അതെല്ലാം നമ്മുടെ ഒരു ശുദ്ധിയുടെ ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ തീർത്ഥാടനത്തിൽ ഓരോ ദിവസത്തെയും ഓരോ സെഷനും കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും അവരെ മാനസികമായി സംസ്കരിച്ച് നല്ല ഒരു പൗരന്മാരായി മാറിക്കൊണ്ട് ഇവിടുന്ന് തീർത്ഥാടനത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പം അതായിരിക്കണം തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യം എന്ന് ഞാൻ കരുതുന്നു. ഇന്നിവിടെ വന്നിരിക്കുന്ന ഓരോ പ്രധാന വ്യക്തികളും അവരെല്ലാവരും ഓരോ വിഷയങ്ങളിൽ വളരെ വിചക്ഷണന്മാരാണ്. അവരെല്ലാവരും അതിനെപ്പറ്റി സംസാരിച്ചു കഴിഞ്ഞു. നമുക്ക് ചെയ്യാനുള്ളത് വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. ഗുരുവിൻ്റെ ആദർശങ്ങളിലും ഗുരുവിൻ്റെ ദർശനങ്ങളിലും അധിഷ്ഠിതമായിട്ട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും വാക്ശുദ്ധിയിലും പ്രവൃത്തിശുദ്ധിയിലും ഏറ്റവും ശുദ്ധമായ രീതിയിൽ ശുചിയായ രീതിയിൽ മറ്റുള്ളവരോട് ഇടപഴകുവാനും മറ്റുള്ളവരെ കാണുവാനും അവരെ കൂടെ ചേർത്ത് നിർത്തുവാനും അതിനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരൻ്റെ സുഖത്തിനായി വരണം എന്ന് പറയുമ്പം സുഖം ഈ പറയുന്ന ശുദ്ധീകരണത്തിൽ മാത്രമല്ല, നമ്മുടെ മനസ്സിലും മറ്റുള്ളതിലും എല്ലാം വരുമ്പോഴാണ് മാത്രമാണ് നമ്മൾ ഒരു ശുദ്ധിയുള്ള ഒരു മനുഷ്യനായി മാറുകയും ആ ശുദ്ധീകരണം പൂർണ്ണമാകുന്നതും തീർത്ഥാടന ലക്ഷ്യങ്ങൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.